ഓട്ടോച്ചേട്ടൻ നമ്മളെ മറ്റൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നത്. എവിടേക്കാണെന്ന് അറിയാം. സെക്കൻഡ് ഗണേഷ്. ഓ, അവിടെയാണ് വേറെ 12 feet height. 12 feet. Single stone. That's Okay. called only king families was worshipping that, and this is the to the public. അവിടെയും ഒരു ഗണേശ വിഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൽ മുഴുവനും പാറകളാണ്. അയ്യോ, താഴ്ചടി monolithic statues are there. One is called Ugra Narasimha. Ugra Narasimha. Yeah, it's a 7-meter height. 7 meter height. Made in single stone, monolithic. Okay. Which is you can see the wall is there. It's a 60%. 40% they built by the sandalwood. Sandalwood. Okay. In the war, it was burned with the Mughals. Mughals. Okay. And this is called a Shiva Lingam. Okay. The original name is the Badavi Lingam. Badavi means poor woman. She collects every day small money. She collects a lot of them. Then she is going to be making this Shiva Lingam. That's why it was a poor woman Lingam. Badavi Lingam. Okay. So this is the one of the second biggest in South India. Second biggest Shivalingam. Yeah. First one it was in the Tamil Nadu. Tanjavur. Brahmeshwara temple. Okay. The second one is... Yeah, that's the 18 feet height. This Okay. is the only 11 feet height. It was always... Sorry? Okay. So it was always live in the water. Which is a spring water came from the Tungabhadra river. The water springs always. Okay. 12 months the lingam was in the water. That's why the people called Jala Kanteshwara. Jala means water, Kanteshwara means Shiva. So always in the water. That's why it was a Jala Kanteshwara. Okay. Please, you can Just look at it and come back. Can I give you? Please, I can. ഉഗ്ര നരസിംഹനെ ആദ്യം കണ്ടിട്ട് നമുക്ക് ശിവലിംഗം കാണാൻ പോകാം. നരസിംഹറാവു. ഇത് മുഗൾ ഭരണാധികാരികൾ ഇത് അടിച്ചു പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മരം കൊണ്ടായിരുന്നു ഇതിൻ്റെ ഭിത്തി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? കണ്ടൽ ഫുഡ് കൊണ്ടല്ലേ പറഞ്ഞേ? ഇതെന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചില്ല, എന്തൊക്കെ പറഞ്ഞില്ലായിരുന്നു. ഇതാണ് അത്. നരസിംഹറാവു. കൈയൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സൂം ചെയ്താൽ ശരിക്കും. മുഗൾ ചക്രവർത്തിമാരെന്താ ചെയ്ത് കെട്ടിക്കുന്നത്? മുഗൾ രാജേഷൻ മറ്റേ ഇവിടെ ആണെങ്കിലും അതെ എല്ലോറയിലാണെങ്കിലും അവരാണ്. നല്ല വെയിലുണ്ടല്ലേ. വൈറ്റമിൻ ഡിൻ്റെ ഒരു കുറവുണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് കിട്ടുന്നുണ്ട്. വൈറ്റമിൻ ഡി മാത്രമായിരിക്കില്ല, വൈറ്റമിൻ സി കിട്ടില്ലല്ലോ. അൾട്രാവയലറ്റ് വൈറ്റമിൻ യു ആയില്ലേ. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ശിവലിംഗ ഇൻ ദ കണ്ണു മൂക്കൊക്കെയുള്ള ശിവലിംഗം.
കണ്ണും മുക്കൊക്കെ ഉണ്ട്. ഇതാണ് ശിവലിംഗം. ഓക്കെ, അടിയിൽ വെള്ളമുണ്ട്. ഫുൾ ടൈം വെള്ളം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇത് ജലഗണ്ഡാധരൻ എന്ന് പറയുന്നത് അല്ലേ. ഓ, അപ്പോൾ നിനക്ക് ആ ചന്ദ്രചൂടാന്നല്ലേ പാട്ടൊന്ന് പാടിക്കും. നമുക്ക് കരോക്കെ ഇട്ടിട്ട് പാടാം. ചന്ദ്രചൂട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ നല്ലേ പാടേണ്ടത്. അതിനകത്തൊരു ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും, ഞാൻ പാടി ചന്ദ്രചൂട. അറിയത്തില്ല, വേറെ ഏതും പാട്ടൊക്കെ പാടാം. ചന്ദ്രചൂട അതെ വാരണാസി 2 പാടിയാക്കി അവിടെ പോയി നിന്നിട്ട്. ശിവലിംഗത്തിന് മുന്നാകുമ്പോൾ നിനക്കൊരു ദക്ഷിണയാവും. കണ്ണിൽ വെളിച്ചടിച്ച് മറ്റേ കണ്ണുകൊണ്ടല്ലേ പാടുന്നത്. എൻ്റെ മനോട്ട അവിടെ നമ്മുടെ കാവികാരികളൊക്കെ ഉണ്ട്. ചന്ദ്രചൂട ശിവശങ്കര പാർവതി. ചിരി റെഡിയാണ്. ചിരി വരില്ലേ, നീ പാട്. ഇത്